അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഇന്ന് ഒബ്സർവർ ചോദിക്കുന്നത്. എഴുതി വെച്ച ചരിത്രത്തിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു സാധനത്തിൻ്റെ പേരാണോ ചരിത്രം? ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരല്ല, അവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. പുതിയ പുസ്തകത്തിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നു NCERTയുടെ എന്ന് പറയുന്നു. 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ദിലീപ് കുമാർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കാതലായ ഒരു പ്രശ്നത്തിലേക്കാണ് ദിലീപ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ചരിത്ര പുസ്തകത്തിലാണ് NCERT മാറ്റം വരുത്താൻ പോകുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ മാറ്റങ്ങളോടെ ആയിരിക്കും ഈ പുസ്തകം എത്തുക. ഇതുവരെ ചരിത്ര പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നവരാണ് എന്നതായിരുന്നു. എന്നാൽ പുതിയ പുസ്തകം പറയുന്നത് ആര്യന്മാർ കുടിയേറ്റക്കാരായിരുന്നില്ല, അവിടെ തദ്ദേശീയരായ ആൾക്കാരായിരുന്നു. ഹരിയാനയിലെ സിർസ ജില്ലയിലെ രാഖിഗഡ്ഡി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പര്യവേക്ഷണത്തിലൊക്കെ തെളിഞ്ഞിരിക്കുന്നത് ഇവർ ഇവിടെ തദ്ദേശീയരായ ആളുകൾ തന്നെയായിരുന്നു എന്നാണ്. ഇവിടെ നിന്നും പലരും തെക്കനേഷ്യയിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന കാര്യവും പറയുന്നുണ്ട്. നേരത്തെ വേദകാലഘട്ടത്തിലെ ജനങ്ങളും ഇവരും ഒന്നായിരുന്നോ എന്ന കാര്യത്തിലൊക്കെയുള്ള തർക്കമുണ്ടായിരുന്നു. പക്ഷേ ഈ തർക്കങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ ചരിത്ര നിർമ്മിതി വന്നിരിക്കുന്നത്. ചരിത്ര പുസ്തകത്തിൽ NCERTയുടെ 12ാം ക്ലാസ് പുസ്തകത്തിൽ അടുത്ത വർഷം മുതൽ ഈ നിലയിലായിരിക്കും വിദ്യാർത്ഥികൾ പഠിക്കുക. മറ്റു ചില മാറ്റങ്ങൾ കൂടി ഈ പാഠപുസ്തകത്തിലൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ട ആദിവാസി നേതാവായ ബിർസ മുണ്ടയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബിർസ മുണ്ട ഈ മതപരിവർത്തനം നടത്തുന്നവർക്കെതിരെയും ഹിന്ദു ഭൂ ഉടമകൾക്കെതിരെയും വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയ ആളാണ് എന്നതായിരുന്നു നിലവിലെ ഈ ചരിത്ര പുസ്തകത്തിൽ പാഠത്തിലുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഈ ഹിന്ദു ഭൂ ഉടമ എന്നതിലെ ഈ ജാതി ഹിന്ദു എന്നുള്ളത് മതം, ആ പരാമർശം അതിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. കാരണം അത് സാമൂഹ്യ പരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിലുള്ളത് എന്നാണ് NCERT അധികൃതർ നൽകുന്ന വിശദീകരണം. മറ്റു ചില പാഠഭാഗങ്ങൾ കൂടി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ പറയുന്ന നർമ്മദാ സരോവർ പദ്ധതി, അതോടൊപ്പം തന്നെ ആന്ധ്രയിലെ പോളവാരം പദ്ധതി, ഇതൊക്കെ നടപ്പാക്കുമ്പോൾ അവിടെയുള്ള ആദിവാസികൾ വലിയ തോതിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം, അങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്ന ആ പാഠഭാഗം ഇനിയിപ്പോൾ പഠിക്കേണ്ടതില്ല, അത് നീക്കം ചെയ്തിരിക്കുകയാണ്. അതേസമയം പുസ്തകത്തിൽ ഈ ആദിവാസി വിഭാഗങ്ങളെയും പട്ടികജാതി വിഭാഗങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന, അവർക്ക് ഭരണഘടനാപരമായ ചില പരിരക്ഷകൾ നൽകിയിട്ടുള്ളത് അവരുടെ സാമൂഹ്യ ഘടന, അവരുടെ ദാരിദ്ര്യാവസ്ഥ, ഇതൊക്കെ കണക്കിലെടുത്താണ്, അവർക്ക് അധികാരമില്ലായ്മ, ഇതൊക്കെ കണക്കിലെടുത്താണ് എന്ന് പറയുന്നുണ്ട്. ആ പാഠഭാഗത്തിലെ ഇത്തരം പരാമർശങ്ങളും, അതായത് ഈ സാമൂഹ്യമായിട്ടുള്ള അവരുടെ ഘടന വിശദീകരിക്കുന്ന പാഠഭാഗങ്ങളും ഈ പുതിയ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഈ പാഠഭാഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പക്ഷേ ആ ചിത്രവും ഇപ്പോൾ ഇനി പഠിക്കേണ്ടതില്ല, കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് പ്രസക്തിയില്ല എന്നാണ് പറയുന്നത്. ഈ നിലയിൽ ഈ ചരിത്രം നേരത്തെ തന്നെ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ സർക്കാർ അതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഈ ചരിത്ര പുസ്തകമായിരിക്കും അടുത്ത വർഷം മുതൽ കുട്ടികളിലേക്ക് എത്തുക. SKN. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ, 24 ഒബ്സർവർ. നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ പങ്കെടുക്കും.